Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് ഞാൻ കുറച്ച് റോസാപ്പൂവൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് വെച്ചിട്ടുള്ള ഒരു DIY ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ മുമ്പ് നോക്കിയപ്പോൾ നാച്ചുറൽ ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ റോസ് ഫ്ലവേഴ്സ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഒരു ലിപ് ബാം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ റോസാപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ടൊന്ന് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 എണ്ണം മാത്രമേ എടുക്കണുള്ളൂ, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റോസാപ്പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലിപ് ബാം ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതെങ്ങനെ ഇരിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ കിട്ടുമോ, പിന്നെ അതിന് സ്മെല്ലുണ്ടാവുമോ, അതുപോലെ എന്താ കാണാനായിട്ട് കളറൊക്കെ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഒരു സംഭവം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതുപോലെ നമ്മൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് എണ്ണ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 റോസാപ്പൂവിൻ്റെ പെറ്റൽസ് മാത്രം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ആ പെറ്റൽസ് മേലായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റോസാപ്പൂവിൻ്റെ പെറ്റൽസൊക്കെ അതുമേലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ആ ഒരു തുണിമേലായിട്ട് പോയിക്കോളും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിലായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ വെള്ളം ഈർപ്പമൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ റോസാപ്പൂവിൻ്റെ ഇതളുകൾ കുറേശ്ശായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 റോസാപ്പൂവിൻ്റെ ഇതളുകൾ ചതച്ച് കഴിയുമ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ 2 ടീസ്പൂൺ ഓയിൽ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് അതൊന്നുകൂടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ എനിക്ക് പറ്റിയൊരു പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തില്ലേ, അത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ എടുത്തേക്കണ പെറ്റൽസിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അധികമായി പോയിട്ടോ. പിന്നെ അതിനിങ്ങനെ കറക്റ്റ് ഒരു അളവ് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ എടുക്കുന്ന ആ ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകളുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അളവനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ അളവ്. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവും കേട്ടോ എന്തോരം ചേർക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മൾ ഡബിൾ ബോയിലൊക്കെ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അരിപ്പയിലേക്കായിട്ട് ഞാനതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് നെക്കി പിരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 റോസാപ്പൂവിനായിട്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനി അതൊരു കുഞ്ഞൻ കുപ്പിയിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയ ബോട്ടിലൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മുടെ അക്രിലിക് ബോട്ടിലിൻ്റെ ഒരുപാട് ഒഴിഞ്ഞ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റ് തീർന്ന കുറേ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് ഞാനെടുത്തൊന്ന് കഴുകിയെടുത്തതാണ്. അതിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുകളിലുള്ളതൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മൾ ഇട്ട ഓയിൽ കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടോ. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ ഒരു കട്ടയായ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ആ ഒരു ഗ്ലാസ് ബോട്ടിലേക്കായിട്ട് ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി വീണ്ടും 1 മണിക്കൂർ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ചെയ്തതുപോലെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കുന്നത്. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. ചെറിയ രീതിയിൽ ഒരു റോസ് കളറിലെ ലിപ് ബാം തന്നെയാണ് നമുക്ക് കിട്ടുക. പിന്നെ അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഓയിലും പിന്നെ റോസാപ്പൂവിൻ്റെ മണമില്ലേ, അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ചുണ്ടിലൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, സംഭവം കൊള്ളാം. പിന്നെ ആ ഒരു ഓയിൽ ചേർക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വേറെ പല രീതിയിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കിട്ടിയപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.